ഇന്ന് മുതൽ എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയും സഭ്യമായ ഭാഷയിലും സംസാരിക്കുക. ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. ധൈര്യമുള്ളവർക്ക് പോകാം. ഇവിടെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതറിയണമെന്ന് താങ്കൾക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത്ര സഭ്യമായിട്ടാണ് ചേട്ടൻ സംസാരിക്കുന്നത്. അനുഭവങ്ങളും സംഭവങ്ങളും ഇടപെടലുകളും ചിരി ഉണവാക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഹാസ്യം അഥവാ ഹ്യൂമർ. യേശു ഭാ ഉച്ചരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടു ഉച്ചരിക്കണം. താങ്കളുടെ വായിന്നുള്ള ജലഗണങ്ങൾ ഇവിടെ എന്റെ മുന്നിൽ പതിച്ചു. ഇനി സൂക്ഷിക്കാത്ത അസ്ഥാനത്തെ ചിലരുടെ വരവും സംസാരവും ചിലപ്പോ അരോചകമാണ്. ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് അപമാനിച്ചാലും അപമാനം തന്നെയാണ്. ഇയാളെ പോടോ എന്ന് പറയേണ്ടി വന്നാൽ പറയേണ്ടി വരും. അതിലാർക്കും യാതൊരു തെറ്റും കണ്ടെത്താൻ ഞാനൊരു തീരുമാനം എടുത്തതാണ്. ഉണ്ടമ്പതിയാണ് തീരുമാനം. പ്രലോഭനങ്ങളിൽ വീട് ഒരിക്കലും അല്ലെങ്കിൽ ഈ ശൂലം കൂടി തറ ഒറ്റ പോലും സ്റ്റാൻഡേർഡ് മെയിൻ ചെയ്ത് സംസാരിക്കാൻ വാക്ശുദ്ധി നീ പറഞ്ഞാൽ ഞങ്ങളുടെ